മെലോഡിയസ്, പ്രകൃതിയുടെ മനോഹാരിതയും സസ്യജാലങ്ങളുടെ വൈവിധ്യവും ഒത്തുചേരുന്ന ഒരു മാന്ത്രിക ലോകത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ജർമ്മനിയിലെ ബോൺ ബൊട്ടാണിക്കൽ ഗാർഡൻ. യൂണിവേഴ്സിറ്റി ഓഫ് ബോണിന്റെ കീഴിലുള്ള ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സസ്യശാസ്ത്ര ഗവേഷണത്തിനും പഠനത്തിനും പുറമെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്ന ഒരു മനോഹര ഉദ്യാനം കൂടിയാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം അപൂർവ ഇനം ചില സസ്യങ്ങൾ തന്നെയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായുള്ള സസ്യങ്ങളെ ഇവിടെ കളക്ട് ചെയ്ത് വിവിധ വിഭാഗങ്ങളിലായി തരംതിരിച്ചിരിക്കുന്നു. ബോൺ സെൻട്രലായിട്ടാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നത്. ഇവിടെ അത്യാവശ്യം ഒത്തിരി ആളുകൾ വന്നു പോകുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടത്. പല ടൈമിലായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസിലായിട്ട് ഇവിടത്തെ എപ്പോഴാണ് ഈ ഗാർഡൻ ഓപ്പൺ ആക്കുന്നതെന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇത് ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതും ഇതിൻ്റെ എൻട്രൻസ് ഫീയും കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ജർമ്മനിയിലെ ഏറ്റവും പഴക്കമേറിയതും ചരിത്രപ്രസിദ്ധവുമായ ഗാർഡനിൽ ഒന്നാണിത്. ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ട് ഇതിൻ്റെ ചരിത്രത്തിന്. ഒരു ബൊട്ടാണിക്കൽ ഗാർഡന്റെ മെയിൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവിടെ രേഖപ്പെടുത്തിയ ജീവനുള്ള സസ്യശേഖരം ആണ്. ഈ ഡോക്യുമെന്റേഷൻ വളരെ പ്രധാനമാണ്. ഓരോ ചെടിയുടെയും ശാസ്ത്രീയ നാമം, അതെവിടെ നിന്നാണ് വന്നത്, എപ്പോഴാണ് കിട്ടിയത്, ചിലപ്പോൾ അതിൻ്റെ ജനിതക വിവരങ്ങൾ പോലും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. ഈ ശാസ്ത്രീയമായ കൃത്യതയാണ് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനെ സാധാരണ പാർക്കുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. ബോൺ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ചരിത്രം 16-ാം നൂറ്റാണ്ടിലേക്ക് നീളുന്നതാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ബോൺ ബൊട്ടാണിക്കൽ ഗാർഡൻ പണ്ടൊരു കൊട്ടാരത്തിന്റെ ചെറിയൊരു പൂന്തോട്ടമായിരുന്നു. ആയിരത്തി 1818 ബോൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതോടെ ഈ പൂന്തോട്ടം ഒരു ശാസ്ത്രീയ പഠന കേന്ദ്രമായി മാറുകയായിരുന്നു. ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ചെറിയൊരു താമരക്കുളം കൊടുത്തിട്ടുണ്ട്. അതിനു ചുറ്റും ഒരുപാട് വാട്ടർ പ്ലാന്റ്സും ഉണ്ട്. ഓരോ വാട്ടർ പ്ലാന്റിന്റെയും പേരുകളും കറക്റ്റായിട്ട് അവര് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. എന്തായാലും വരുന്നവരെ ആകർഷിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്ന വാട്ടർ പ്ലാന്റ്സിന്റെ ഒരു കളക്ഷൻ. ഇതാണ് ലാവണ്ടർ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഭംഗി മാത്രമല്ല, ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഒരുപാട് വണ്ടുകൾ ഇവിടെ ചുറ്റുമുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. കുറച്ചൊന്നല്ല, കുറേ അധികം വണ്ടുകൾ തന്നെയുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് ലാവണ്ടർ കാണാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും. തേൻ കുടിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഈ വണ്ടുകളെ ജർമ്മനിയിൽ എർഡ് ഹ്യൂമൽ എന്നാണ് പറയുന്നത്.
ഇത് ഈ ഗാർഡനിലുള്ള അത്യാവശ്യം വലിയൊരു പോണ്ടാണ്. ഇവിടെ കുറച്ച് താമരകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ പറ്റും. താമര മാത്രമല്ല, ഇതിനകത്ത് ആമകളും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവരിവിടെ ചെറിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം ഈ പോണ്ടിലുള്ള ആമകൾക്കും കൊക്കുകൾക്കൊക്കെ വന്നിരുന്ന് വർത്താനം പറയാനും അവർക്ക് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഈ സൈഡിലൂടെ ഒക്കെ വന്ന് നമുക്ക് ഇവരെ കാണാനൊക്കെ ആയിട്ട് പറ്റും. ഇവിടെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാമ തലപൊക്കി നോക്കുന്നത് കാണാൻ പറ്റും. ഞങ്ങൾ ശരിക്കും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേര് നോക്കി നിൽക്കണ കണ്ടപ്പോഴാണ് ഞങ്ങൾ അവിടെ വന്ന് നോക്കിയത്. അപ്പോഴാണ് ഈ അമ്മേനെ കണ്ടത്. ഞങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ബാക്കിലുള്ളവർ കുറേ പേര് വന്ന് ഇവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്വസ്ഥമായി വിശ്രമിച്ചു കൊണ്ടിരുന്ന അമ്മയെ ഞങ്ങളൊരു സെലിബ്രിറ്റി ആക്കി. ഈ പോണ്ടിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന മരങ്ങൾ നല്ല രസമാണ്. ഓരോന്നും പല ടൈപ്പിലുള്ള മരങ്ങളാണ്. ഈ ഗാർഡൻ്റെ ബാക്കിലായിട്ട് ഒരുപാട് വലിയ മരങ്ങളുണ്ടെന്നും അവിടെയുള്ള ചില റെഡ് ബീച്ച് മരങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു തരം പയറാന്നാ തോന്നുന്നത്. കറി വെക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും കുറെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കണ്ടിട്ട് കുറച്ച് ബാഗിലിട്ടുകൊണ്ട് പോയാൽ ഒരു ദിവസത്തേക്കുള്ള കറിക്കുള്ളതായി. ഈ കാണുന്ന വെള്ളപ്പൂവിന്റെ പേരാണ് സാന്റോലീന പിന്നാറ്റ. ഈ ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളിലൊന്ന് ഇതാണ്. ഡെയ്സി കുടുംബത്തിൽ അംഗമായ ഈ പൂവിനെ സാന്റോലീന ലുക്കാന്ത എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ കാണുന്ന മരമാണ് നമ്മുടെ അത്തിമരം. ഇതിന്റെ ഇല നമ്മുടെ നാട്ടിലെ കടച്ചക്കയുടെ ഒക്കെ ഇല പോലെ ഇരിക്കും. നമ്മുടെ നാട്ടില് അത്തിമരം എന്ന് പറഞ്ഞ് കിട്ടുന്നത് ശരിക്കും ഇലകൾ റൗണ്ട് പോലെ ആയിരിക്കും. അത് കാട്ടത്തിയാണ്. ആ കാട്ടത്തിയുടെ ഉള്ളില് നമുക്ക് കഴിക്കാനായിട്ട് കാമ്പൊന്നും ഉണ്ടാവില്ല. നമുക്കിവിടെ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം റിലാക്സ് ചെയ്യാനായിട്ട് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ ബെഞ്ചുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം കുറച്ച് നേരമൊക്കെ
ടൈം സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വിശക്കുകയാണെങ്കിൽ ഇവിടെ മെയിൻ എൻട്രൻസിൽ ഒരു കഫറ്റേരിയ ഉണ്ട്. അവിടെ അത്യാവശ്യം സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ നമുക്ക് കിട്ടും. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവരിവിടെ വഴി ഒരുക്കിയിരിക്കുന്നത്. ഈ മരത്തിൻ്റെ വേസ്റ്റുകളൊക്കെ കൊണ്ടാണ് ഈ മനോഹരമായ വഴി ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ റെഡ് ബീച്ച് മരം. ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഇതിൻ്റെ ബ്രാഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതൊക്കെ താഴേക്കാണ് തൂങ്ങിക്കിടക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വള്ളികളും ഉണ്ട് ഇതിന്. ഇത് അർബ്യൂട്ടസ് യുനൻഡോ എന്ന മരത്തിന്റെ കായ്കളാണ്. ഇതിനെ സാധാരണയായി സ്ട്രോബെറി ട്രീ എന്നും വിളിക്കുന്നു. ഇതെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ക്രിസ്മസിൻ്റെ ടൈമായി കഴിയുമ്പോൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണിത്. ഇതാണ് ഇതിൻ്റെ മരം, പൈൻ ട്രീ. അത്യാവശ്യം വലിയ മരമാണിത്. പൈൻ ട്രീ ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എവിടെ നോക്കിയാലും ഇത് കാണാനായിട്ട് പറ്റും. പക്ഷെ ഇത്രയും ഹൈറ്റ് ഉള്ളത് ഇപ്പോഴാണ് കാണുന്നത്. ഇത് കൂടുതലും തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇത് വളരുന്നത്. മരം മാത്രമല്ല, ഇതുപോലെ ഒരുപാട് വലിയ മരങ്ങൾ ഇവിടെ കുറേ ഉണ്ട്.
പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം ഇവിടെ റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും വന്നിരിക്കാം. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഞൊട്ടാഞ്ഞൊടിയനാണ്, ഇവിടുത്തെ ഗോൾഡൻ ബെറി. അത്യാവശ്യം ഇവിടെ അത് വാങ്ങണമെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു 500 ഗ്രാമൊക്കെ വാങ്ങണമെങ്കിൽ ഒരു 10 യൂറോ ഒക്കെ അടുത്ത് കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലത്തെ ഒരു 1000 രൂപയ്ക്കൊക്കെ അടുത്ത് വരും അത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന സാധനമാണിത്. പക്ഷെ ഇവിടെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ എത്തിയ പിന്നെയാണ് ഇതിന് ഇത്ര ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടെ പലതരം ചെടികളുണ്ട്. ചിലതിന് സൂര്യപ്രകാശം ഒരുപാട് വേണം, ചിലതിന് തണലായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഓരോ ചെടികളും ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ആൽപൈൻ ഗാർഡൻ. ഈ ആൽപൈൻ ഗാർഡനിലുള്ള സസ്യങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ടും വളരുന്നത് പാറക്കെട്ടുകൾക്കിടയിലും ചരലൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ മണ്ണ് മാത്രമല്ല നിറയെ പാറകളും കല്ലുകളൊക്കെ ഉണ്ട്. കാരണം മലമുകളിൽ മണ്ണ് കുറവും പാറകൾ കൂടുതലായിരിക്കും. അവിടുത്തെ മണ്ണിന് പെട്ടെന്ന് വെള്ളം വാർന്നു പോകാനുള്ള കഴിവുണ്ടായിരിക്കും. അതേ സാഹചര്യങ്ങളിൽ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ മണ്ണിൻ്റെ ഘടന തന്നെ ഇവർ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇലകൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ചിലതിന് രോമങ്ങൾ കാണും, ചിലതിന് ഒരു മെഴുക് പോലുള്ള ഒരു കവറിങ് ഉണ്ടാകും. ഇതൊക്കെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാനും തണുപ്പിൽ നിന്ന് ഇതിൻ്റെ ഇലകളെ രക്ഷിക്കാനും സഹായിക്കുന്ന ചില ടെക്നിക്കുകളാണ്. ഇവരുടെ വേരുകൾ ഭയങ്കര ശക്തമായിരിക്കും. അതുപോലെ തന്നെ പാറകളുള്ള മണ്ണിൽ ഉറച്ചു നിൽക്കാനും വെള്ളം കണ്ടെത്താനൊക്കെ ആയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ തന്നെ പല ടൈപ്പ് ചെടികളുണ്ട്. ചിലതിന് സൂര്യപ്രകാശം ഒരുപാട് വേണ്ടി വരും, ചിലതിന് ചിലപ്പോൾ തണലായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി
പർവ്വതങ്ങളിലൊക്കെയുള്ള അതേ ആവാസ വ്യവസ്ഥ അനുകരിച്ചാണ് ഇവിടുത്തെ ഓരോ ഭാഗവും ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്. എന്തായാലും ഇവർ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ ചെടികൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഇവരിവിടെ ഒരു ചെടി പോലും ഇടാണ്ട് ഒക്കെത്തിൻ്റെയും താഴെ പേരും അതെവിടെ നിന്നാണ് വരുന്നതെന്നും ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ വരുന്നവർക്ക് ഈ പേര് വായിച്ച് തീരുമ്പോൾ തന്നെ ഒരു സമയം എടുക്കും ഇവിടുന്ന് പോകാനായിട്ട്. കാരണം നമ്മൾ അത്യാവശ്യം പാടുപെടേണ്ടി വരും ഈ പേരൊക്കെ വായിച്ചെടുക്കാനായിട്ട് തന്നെ. ഇതാണ് ഫോൺ ഗാർഡൻ. ഫോൺ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്നൽ ചെടി വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക തോട്ടമാണ്. ഇതിന് പൂക്കളും വിത്തുകളും ഒന്നും ഉണ്ടാവില്ല. സ്പോറുകൾ വഴിയായിട്ടാണ് ഇത് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഇവയ്ക്ക് തണൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ടും ഇവർ വളർത്തുന്നത് മരങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ഗ്രീൻ ഹൗസിലൊക്കെ ആയിട്ടായിരിക്കും. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് ടൈപ്പ് പന്നൽ ചെടികളാണ് ഈ ഗാർഡനിൽ വളരുന്നത്. ഈ കാണുന്ന മരത്തിന്റെ പേരാണ് ജിങ്കോ മരം. ഇതിന്റെ കായകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരിക്കൊല പോലെ തോന്നും. അതുപോലെ തന്നെ ഇതിന്റെ ശാഖകൾ പടർന്നൊരു പന്തല് പോലെയാണ് നിൽക്കുന്നത്. ഇത് വളരെ പഴക്കമുള്ളൊരു മരമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ശാഖകൾ ഇരുമ്പ് കമ്പി കൊണ്ടാണ് താങ്ങി നിർത്തിയിരിക്കുന്നത്.
ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ നാട്ടിലുള്ള മൾബറിയാണ്. എന്താണെന്നറിയില്ല, നാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നും. ഇത് നമ്മുടെ നാട്ടിലും ഉള്ളതാണല്ലോ എന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയാന്നറിയില്ല, ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഇത് ഒരുപാട് മൾബറി ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്, കുറേ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇത് പഴുക്കുമ്പോഴേക്കും ഇതൊന്നും ചിലപ്പോൾ ചെടിമ കാണാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, അപ്പോഴേക്കും പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെയും ഇവിടെ പേരും കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഏത് കുടുംബത്തിൽ നിന്നാണ് വരുന്നതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മാത്രമല്ല എല്ലാത്തിൻ്റെയും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ചെടികളൊക്കെ ആകുമ്പോൾ അതൊന്ന് കുറച്ചിരുന്ന് നമ്മൾ വായിച്ചു നോക്കും, എന്താണ് എഴുതി വെച്ചാണെന്നൊക്കെ. അല്ലാത്തൊക്കെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് കണ്ടുപോകും. ഇതാണ് നമ്മുടെ മാമൂത്തില. ഇത് ഗനറേസിയ എന്ന ഫാമിലിയിലാണ് പെടുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ചേനയുടെ ഇലയിനേക്കാളൊക്കെ ഒത്തിരി വലിപ്പമുണ്ട്. ഇതിൻ്റെ ഇലകൾ 2 മീറ്റർ വരെ വലിപ്പത്തിലുണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് അമേരിക്ക, ന്യൂസിലാൻഡ്, ടസ്മാനിയ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇതിന് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇത് വളരുന്നത്. ഏകദേശം 10,000-ലേറെ ചെടികളാണ് ഇവിടെ ഉള്ളത്. ഓരോ ചെടികളുടെ താഴെയും ഇവർ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൗതുകത്തിന് ആദ്യമൊക്കെ നമ്മൾ ഓരോ ചെടിയുടെയും പേരും കാര്യങ്ങളൊക്കെ വായിച്ചു പോവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് വേണ്ടെന്ന് വെച്ച് ഇതെങ്ങനെയെങ്കിലും കണ്ട് തീർക്കണം എന്നുള്ളൊരു ഇതിനകത്തേക്ക് മാറും. ഉദ്ദേശിച്ച അത്രയും പൂക്കളൊന്നും കാര്യമായിട്ട് ഇവിടെ ഇല്ല. നമ്മൾ ഈ ടൈമിലൊക്കെ ഒരുപാട് പൂവുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നതെങ്കിലും പൂക്കളുണ്ട്. എന്നാലും വെയിലുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം അത്രയ്ക്കും ഒരുപാട് പൂക്കളുണ്ടെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. പിന്നെ പൂക്കളുടെ ഓരോ ചെടിയുടെയും സൈഡിലായിട്ട് ഇവർ പുല്ലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. വെയിലായതുകൊണ്ട് അതൊക്കെ കരിഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഭംഗിന്ന് പറയാനായിട്ട് പറ്റില്ല. പിന്നെ പൂവും ഇങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വന്ന് കാണാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണിത്. മെഡിസിനൽ പ്ലാന്റ്സിൻ്റെയും വലിയൊരു കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഓരോ പ്ലാന്റിൻ്റെ താഴെയും അതിൻ്റെ പേരും അതുപോലെ തന്നെ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ബോൺ ബൊട്ടാണിക്കൽ ഗാർഡൻ മെയിനായിട്ട് ഗവേഷണത്തിനും പഠനത്തിനും ഉള്ളൊരു കേന്ദ്രമാണ്. യൂണിവേഴ്സിറ്റിയിലെ സസ്യശാസ്ത്ര വിഭാഗങ്ങളുമായിട്ട് സഹകരിച്ച് സസ്യങ്ങളുടെ വൈവിധ്യം, വർഗീകരണം, അവയുടെ പരിണാമം, പരിസ്ഥിതി എന്നിവയെക്കുറിച്ച് ഇവിടെ ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട്. ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഉദ്യാനം സജീവമായി ഇടപെടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും അവയെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും ഇവിടെ ഒരുപാട് പദ്ധതികൾ ഇവരിവിടെ നടത്തുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രീൻ ഹൗസാണ്. 4500ഓളം ചെടികളാണ് ഗ്രീൻ ഹൗസിലുള്ളത്. അതിനെ 9 സെക്ടറുകളായിട്ടാണ് അവർ തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ട്രോപ്പിക്കൽ പ്ലാന്റ്സ്, ഫേൺസ്, കണ്ടൽ ചെടികൾ, ആമ്പല്, കള്ളിച്ചെടി, ഓർക്കിഡുകൾ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചെടികളാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ ബോൺ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു മനോഹരമായ ഉദ്യാനം മാത്രമല്ല, സസ്യശാസ്ത്ര ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും ജൈവവൈവിധ്യ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന ശാസ്ത്രീയ സ്ഥാപനം കൂടിയാണ്. ഈ ഗാർഡൻ്റെ ഭംഗി എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നറിയില്ല. എന്നാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.